പഠന സഹായി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനമാണല്ലോ. അതിന് അനുബന്ധിച്ച് ബഷീർ ദിന ക്വിസ്. ബഷീറിൻ്റെ ജനനം എവിടെയായിരുന്നു? തലയോലപ്പറമ്പ്. ബഷീറിൻ്റെ പൂർണ്ണ നാമം ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ആദ്യമായി എഴുതിയ കഥ ഏതാണ്? തങ്കം. ബഷീർ എഴുതിയ ആദ്യ നോവൽ പ്രേമലേഖനം. ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാട്ടം ഉപ്പു സത്യാഗ്രഹം. ബാല്യകാലസഖിയിലെ നായകൻ ആര്? മജീദ്. ബാല്യകാലസഖിയിലെ നായിക ആര്? സുഹറ. എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം നിസാർ അഹമ്മദ്. ശബ്ദങ്ങൾ എന്ന കൃതി ഏത് പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത്? യുദ്ധത്തിൻ്റെ ഭീകരത. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായിക സൈനബ. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ ബഷീർ ആരുടെ പക്ഷം പിടിക്കുന്നു? ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികൾ, മൃഗങ്ങൾ. അനർഘനിമിഷം എന്നത് ബഷീറിൻ്റെ ഏതു തരം കൃതിയെയാണ്? ലേഖന സമാഹാരം. മാന്ത്രിക പൂച്ച എന്ന കൃതിയുടെ പ്രധാന പ്രത്യേകത അപൂർണമായ ഒരു കൃതിയാണ്. ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിൽ പരാമർശിക്കുന്ന ഗ്രാമം തലയോലപ്പറമ്പ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ നായകൻ KP. മതിലുകൾ എന്ന കൃതി ഏത് ജയിലിലെ അനുഭവമാണ്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആര്? മമ്മൂട്ടി. കഥാബീജം എന്ന നാടകം രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിത നിഴലിൽ എന്നത് ബഷീറിൻ്റെ ഏതു തരം കൃതിയാണ്? നോവൽ. ബഷീറിന് ലഭിച്ച പത്മശ്രീ പുരസ്കാരം ഏത് വർഷമാണ്? 1982. ബഷീറിൻ്റെ വീടിൻ്റെ പേര്? വയലാലിൽ. ONV കുറുപ്പ് ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? മാനവികതയുടെ കാവലാണ്. ബഷീറിൻ്റെ പൂവമ്പഴം എന്ന കൃതിയിൽ പരാമർശിക്കുന്ന പൂവമ്പഴം ഏത് വൃക്ഷത്തിലുള്ളതാണ്? പൂവമ്പഴം എന്നു പേരുള്ള മാവ്. ബഷീർ എഴുതിയ ഏക നാടകം കഥാബീജം. ആനവാരിയും പൊൻകുരിശും എന്നതിൽ ആനവാരി എന്ന വിളിപ്പേരുള്ള കഥാപാത്രം ആര്? രാമൻ നായർ. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിലെ നായകന്റെ പേര്? PT പരമേശ്വരൻ നായർ. ബഷീറിൻ്റെ കൃതികൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? V. അബ്ദുള്ള. ബഷീർ ഏത് പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രകൃതിയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാന കൃതി? ഭൂമിയുടെ അവകാശികൾ. ബഷീർ തൻ്റെ കൃതികൾക്ക് വരച്ച ചിത്രങ്ങളെ വിളിക്കുന്നത്? രേഖാചിത്രങ്ങൾ. ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചത് ആരാണ്? MD വാസുദേവൻ നായർ. ബഷീറിൻ്റെ ഏത് കൃതിയാണ് അപൂർണമായ കൃതിയായി അറിയപ്പെടുന്നത്? മാന്ത്രിക പൂച്ച. ബാല്യകാലസഖിയിലെ മജീദിൻ്റെ ഉമ്മയുടെ പേര്? ആമിന. ബഷീർ ജനിച്ച ജില്ല? കോട്ടയം. ബഷീറിൻ്റെ കഥകളിൽ
പട്ടാഭിരാമൻ എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്ന കൃതി?